തെരച്ചിൽ 10ാം ദിവസവും തുടരുമ്പോൾ പ്രതിസന്ധികൾ ഓരോന്നായി മുന്നിലേക്ക് വരികയാണ്. പലതരത്തിലുള്ള സാങ്കേതിക സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകൾ ആണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. തുടക്കത്തിലൊക്കെ ഈ സിഗ്നലുകൾ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള കഴിയുന്നത്ര ശ്രമം ആണ് നടത്തിയത് എങ്കിൽ കുറച്ചുകൂടി വ്യക്തത വരുന്ന, അതായത് ഭൂമിക്കടിയിലോ വെള്ളത്തിനടിയിലോ മഞ്ഞിന് ഉള്ളിലോ ഒക്കെ പെട്ടുപോയാൽ പോലും തിരിച്ചറിയാൻ പറ്റുന്ന തരത്തിലുള്ള തിരിച്ചറിയൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് ലോറിയുടേത് എന്നുറപ്പിക്കുന്ന ഭാഗങ്ങളിലേക്ക് എത്താൻ സാധിച്ചത്. അതോടൊപ്പം ജീവന്റെ തുടിപ്പ് ശേഷിക്കുന്നുണ്ടോ എന്ന് പോലും അറിയാൻ പറ്റുന്ന സാങ്കേതിക സംവിധാനങ്ങളൊക്കെയാണ് ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയും ഒരു പോസിറ്റീവായ സിഗ്നൽ ലഭിച്ചാൽ തീർച്ചയായും അതിന് കൂടുതൽ പ്രാധാന്യം നൽകും. പക്ഷേ ഈ ഘട്ടത്തിൽ അങ്ങനെയല്ല നമുക്ക് വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടി വരുന്നത്. അതേറെ ദുഃഖകരമാണ് താനും. ബൈജു ചേരുന്നുണ്ട്. ബൈജു, കഴിയുന്നത്ര സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്താൻ ഈ സംഘം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പ്രതികൂലമാകുന്ന കാലാവസ്ഥ, നദിയുടെ കുത്തൊഴുക്ക്, അത് എങ്ങനെയാണ് ബാധിക്കുന്നത്? തീർച്ചയായും ഈ നദിയിലെ അടിയൊഴുക്കാണ്, വലിയ തോതിലുള്ള അടിയൊഴുക്കുണ്ടെന്നാണ് ദൗത്യ സംഘം പറയുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നു. ഏറ്റവും പുതിയ വിവരം ഇപ്പോൾ ദൗത്യ സംഘത്തിന്റെ ഒരു വാർത്താ സമ്മേളനം ഉടനുണ്ടാകും. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ജില്ലാ കലക്ടർ ലക്ഷ്മി പ്രിയയും അതുപോലെ തന്നെ SP B നാരായണനുമാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുക. ഏതായാലും ഒരു അനിശ്ചിതത്വമുണ്ട് എന്ന് തന്നെ പറയാം. കാലാവസ്ഥ വളരെ നല്ല കാലാവസ്ഥയാണ്. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളിൽ മഴയോ മറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ മുങ്ങൽ വിദഗ്ധരുടെ അവരുടെ ആ സേവനം ഇന്ന് ലഭ്യമാകില്ല എന്നാണ് ജില്ലാ പോലീസ് മേധാവി അതുപോലെ തന്നെ നാവികസേനയും വ്യക്തമാക്കുന്നത്. പ്രധാനമായും ഈ അടിയൊഴുക്ക് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അത്രത്തോളം ശക്തമായ അടിയൊഴുക്കുണ്ട്. 15 നാവികസേനയാണ് ഇപ്പോൾ ഈ മുങ്ങൽ ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തിയത്. പക്ഷേ അവർക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തത്ര രീതിയിൽ അടിയൊഴുക്ക്, അതായത് സ്റ്റീൽ ഹുക്ക് ഈ താഴേക്കിട്ട് ലോറിയിൽ കൊളുത്താനാണ് കഴിയാത്ത വിധത്തിലുള്ള അടിയൊഴുക്കുണ്ടെന്നാണ് നാവികസേന വ്യക്തമാക്കുന്നത്. എന്തായാലും ഒരു അനിശ്ചിതത്വം, ഒരു ആശങ്കയും ഇവിടെ നിഴലിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഉറപ്പാണ്. അതിലൊരു ഉത്തരം ഇപ്പോൾ ദൗത്യ സംഘത്തിന്റെ തന്നെ വാർത്താ സമ്മേളനത്തിൽ കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമ്മൾ നേരത്തെയൊക്കെ പ്രതീക്ഷിച്ച പോലെ വളരെ പെട്ടെന്ന് തന്നെ അർജുനിലേക്ക് പോകാൻ പറ്റും. ലോറി ഇത്തരത്തിൽ ഡ്രോൺ ഉപയോഗിച്ച് അതിന്റെ നിരീക്ഷണമൊക്കെ പൂർത്തിയായില്ലെന്നാണ് നമ്മൾ കരുതിയിരുന്നെങ്കിൽ എന്തോ ഒരു സങ്കീർണത, എന്തോ സാങ്കേതിക പ്രശ്നം വന്നിട്ടുണ്ട്. അത് എന്തായാലും ഈ വാർത്താ സമ്മേളനത്തിലായിരിക്കും നമുക്ക് അതിലൊരു വ്യക്തത വരിക. അല്പസമയത്തിനകം തന്നെ ആ വാർത്താ സമ്മേളനം ഉണ്ടാവും. നമ്മൾ അതിനായി ഇവിടെ കാത്തിരിക്കുകയാണ്. അഭിലാഷ്. ബൈജു, എന്തായാലും നിലവിൽ ഈ മുങ്ങൽ വിദഗ്ധർക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഡൈവിംഗ് സംഘത്തിന് എത്തിപ്പെടാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണല്ലോ വിവരം. അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങളടക്കം ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് മനുഷ്യന്റെ സാന്നിധ്യമുണ്ടോ, അതായത് ജീവനോടെയുള്ള സാന്നിധ്യമുണ്ടോ, അത്തരം കാര്യങ്ങൾ പോലും തിരിച്ചറിയാൻ പറ്റുന്ന തരത്തിലുള്ള സംവിധാനങ്ങളല്ലേ അവിടെ എത്തിച്ചിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ ക്യാബിൻ എവിടെയാണ്, അല്ലെങ്കിൽ വാഹനം പലതായി മുറിഞ്ഞു പോയിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഈ സംഘത്തിനൊരു വ്യക്തത കൈവന്നിട്ടുണ്ടോ? തീർച്ചയായും അതിന്റെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണമായിരിക്കും ഒരു പക്ഷേ ഇപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിൽ നൽകുക. അഭിലാഷെ, 3 പാർട്ട്, അതായത് 3 ഭാഗങ്ങളായി ഇത് വെട്ടിപ്പൊളിച്ച നിലയിലാണുള്ളത്. നമ്മൾ നേരത്തെ കരുതിയതിൽ നിന്നും വളരെ വ്യത്യസ്തമായാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ക്യാബിൻ എവിടെ, ക്യാബിനകത്ത് അർജുനുണ്ടോ എന്നൊരു ചോദ്യമാണ് നമുക്ക് ഇപ്പോഴും ഉത്തരം കിട്ടാതെ തന്നെ നിൽക്കുന്നത്. എന്തായാലും അതിലൊരു ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം എന്തായാലും വളരെ വൈകാതെ തന്നെ നമുക്ക് ലഭിക്കും. എന്തായാലും അവിടുത്തെ പരിശോധനയൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ കാലാവസ്ഥ നേരിയ തോതിലുള്ളൊരു മാറ്റം വരുന്നുണ്ട്. മഴയ്ക്കൊരു സാധ്യതയുണ്ട്. ഏതായാലും ഈ അടിക്കടി ഉണ്ടാകുന്ന മഴയാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള കുത്തൊഴുക്ക്, അടിയൊഴുക്കൊക്കെ ഉണ്ടാകാനുള്ള കാരണമെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഇന്ന് ഈ മുങ്ങൽ വിദഗ്ധരുടെ സേവനം ഇന്നുണ്ടാകില്ല എന്ന് തന്നെയാണ് നേരത്തെ ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയത്. അതിനും ഒരു വ്യക്തത ഇപ്പോൾ നമുക്ക് എന്തായാലും ലഭിക്കും. ഇനി തിരച്ചിൽ അവസാനിപ്പിക്കുമോ, ഇത്തരത്തിലുള്ള പ്രവർത്തനം അവസാനിപ്പിക്കുമോ എന്നൊക്കെ അറിയാനുണ്ട്. അതൊക്കെ ഈ വാർത്താ സമ്മേളനത്തിലാണ് നമുക്കിപ്പോ ലഭിക്കുക. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇനി ഏത് സമയത്തും ജില്ലാ പോലീസ് മേധാവിയും അതുപോലെ തന്നെ ജില്ലാ കലക്ടറും ഇവിടെ എത്തും. ആ വാർത്താ സമ്മേളനത്തിലേക്ക് കാത്തിരിക്കുകയാണ്. അഭിലാഷ്. ബൈജു സൂചിപ്പിക്കുന്നത് പോലെ അല്പസമയത്തിനകം ഈ ദൗത്യ സംഘത്തിന്റെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ എത്തി ഒരു വാർത്താ സമ്മേളനം നടത്തും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. മാധ്യമപ്രവർത്തകർ
ഈ വാർത്താ സമ്മേളനം കവർ ചെയ്യുന്നതിന് വേണ്ടി തയ്യാറെടുക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്ക്രീനിൻ്റെ ഒരു ഭാഗത്ത് മാധ്യമപ്രവർത്തകർ ഇവർക്ക് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് എങ്കിൽ സ്ക്രീനിൻ്റെ വലതുഭാഗത്തായി ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നത് നേരത്തെ നടന്നിട്ടുള്ള ഏറ്റവും ആധുനിക സാങ്കേതിക സംവിധാനങ്ങളടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ്. യുദ്ധമുഖത്തും മറ്റുമൊക്കെ മണ്ണിന് അടിയിൽ, മഞ്ഞിന് അടിയിൽ, വെള്ളത്തിനടിയിലൊക്കെ സ്ഫോടക വസ്തുക്കൾ കിടപ്പുണ്ട് എങ്കിൽ അതുപോലും തിരിച്ചറിയാൻ പറ്റുന്ന, മൈനുകൾ ഉൾപ്പെടെ തിരിച്ചറിയാൻ പറ്റുന്ന തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ എത്രത്തോളം സംവിധാനങ്ങൾ എത്തിക്കാമോ, ഈ സംവിധാനങ്ങളൊക്കെ ഇപ്പോഴാണോ എത്തിച്ചത് എന്നതടക്കമുള്ള ചില ചോദ്യങ്ങളൊക്കെ നമ്മുടെ പ്രേക്ഷകർ സംശയമായി ഉന്നയിക്കുമ്പോൾ പോലും പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് ഇത് ഘട്ടം ഘട്ടമായി മാത്രം നടക്കുന്ന ഒരു തെരച്ചിൽ പ്രക്രിയയാണ്. കാരണം അത്രമേൽ വലിയ അളവിൽ ആയിരുന്നു മണ്ണ് ഇടിഞ്ഞു വീണത്. അതൊരു മണ്ണിടിച്ചിൽ ആണ് സംഭവിച്ചത്. ആ മണ്ണ് ഒരു ഘട്ടത്തിൽ നീക്കം ചെയ്യുക, അവിടേക്ക് ഈ യന്ത്രസാമഗ്രികൾ അടക്കം എത്തിക്കുന്നതിന് വലിയ പരിമിതികളുണ്ടായിരുന്നു. മലയുടെ ഒരു ഭാഗം അവിടെ ശേഷിക്കുന്ന സാഹചര്യമുണ്ട്. ആ സമയത്തൊക്കെ ഈ ബൂം എക്സ്കവേറ്റർ പോലെയുള്ള സംവിധാനങ്ങളൊന്നും അവിടെ ഉപയോഗിക്കാൻ പോലും പറ്റാത്ത, ഉറപ്പിച്ചു നിർത്താൻ പോലും പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായി മാത്രമേ ഇത്തരം തെരച്ചിലുകൾ പൂർത്തിയാക്കാൻ സാധിക്കൂ. അങ്ങനെ പുതിയ സംവിധാനങ്ങളടക്കം ഉപയോഗിച്ചുകൊണ്ട് കഴിയുന്നത്ര വേഗത്തിൽ ഉള്ള പ്രവൃത്തികൾ നടത്തുന്നുണ്ട്. പക്ഷേ ലോറിയുടേത് എന്ന ഉറപ്പിക്കുന്ന ഭാഗങ്ങൾ കണ്ടെത്തുമ്പോൾ പോലും അർജുനിലേക്ക് എത്താൻ ദൗത്യസംഘത്തിന് സാധിക്കാതെ പോയിട്ടുണ്ട് എന്നതാണ്. അവിടെ അർജുൻ ഉണ്ട് എന്ന അനുമാനത്തിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നതും ഈ ഘട്ടത്തിൽ പ്രേക്ഷകരോട് ചേർത്ത് വയ്ക്കുകയാണ്. കാരണം എടുത്തു പറയേണ്ടത് ഈ അർജുൻ ക്യാബിനിൽ ഉണ്ടാകും. ആ ക്യാബിൻ ഒരു പരിധിവരെ വലിയ അപകടത്തിൽപ്പെടാതെ ശേഷിക്കുന്നുണ്ടാകും. അങ്ങനെയൊക്കെയെങ്കിൽ മാത്രമേ അർജുനെ നമുക്ക് കണ്ടെത്തുക എന്നത് എളുപ്പമാകൂ. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ അനുസരിച്ച് ഈ ശരീര ഊഷ്മാവ് ഏതെങ്കിലും തരത്തിൽ ഈ വെള്ളത്തിനടിയിൽ അല്ലെങ്കിൽ ഇപ്പോൾ തെരച്ചിൽ നടത്തുന്ന ഭാഗത്ത് കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് ബോഡി ഹീറ്റ് കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ട ഏറ്റവും പുതിയ വിവരം എന്നത്. അത്തരം സംവിധാനങ്ങൾ, നമ്മുടെ സംവിധാനങ്ങൾ കഴിയുന്നത്ര ഏറ്റവും പുതിയ സാങ്കേതിക സംവിധാനങ്ങൾ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് നടക്കുന്നത്. മണ്ണിനടിയിലോ മഞ്ഞിനടിയിലോ അല്ലെങ്കിൽ ഭൂമിക്ക് അടിയിലോ വെള്ളത്തിനടിയിലോ ഒക്കെ ഒരു നിശ്ചിത ദൂരത്ത് ഉള്ള ആളുകളെ അവിടെ ജീവൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ പോലും തിരിച്ചറിയാൻ പറ്റുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുമ്പോൾ ഇപ്പോഴങ്ങനെ ഒരു ശരീര ഊഷ്മാവ് നിലനിൽക്കുന്ന തരത്തിൽ ഉള്ള ഒരു സിഗ്നലും ലഭിച്ചിട്ടില്ല എന്നതാണ്. അത് മനുഷ്യൻ്റെ സാന്നിധ്യമുണ്ടോ എന്നതല്ല, മറിച്ച് മനുഷ്യൻ്റെ ജീവനോടെയുള്ള സാന്നിധ്യം അവിടെ ഇല്ല എന്നുള്ള കണ്ടെത്തലിലേക്കാണ് ഇപ്പോൾ എത്തുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന തെരച്ചിലിൽ പല ഭാഗത്ത് നിന്ന് മറ്റ് ചില മൃതശരീരങ്ങളടക്കമൊക്കെ ലഭിച്ച പശ്ചാത്തലമുണ്ട്. ഇപ്പോഴും ചിലർ മിസ്സിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഈ പരിശോധനയ്ക്കിടയിൽ മറ്റുള്ളവരെ കൂടി കണ്ടെത്തുവാനുള്ള ശ്രമവും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കാത്തിരിക്കുന്നത് അർജുൻ എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടി തന്നെയാണ്. അതിനിടയിലാണ് ഈ ജീവൻ്റെ തുടിപ്പ് ശേഷിക്കുന്നുണ്ടോ എന്നതിനുള്ള തിരച്ചിലും നടത്തിയത്. അങ്ങനെ ശരീരോഷ്മാവ് ഇതുവരെയും ഈ പരിശോധനയിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ ക്യാബിനിൽ ഉൾപ്പെടെ ക്യാബിന് എന്ന് പ്രതീക്ഷിക്കുന്ന ഭാഗത്ത് അടക്കം ജീവൻ്റെ അംശം കാണാൻ പറ്റുന്നില്ല എന്നതാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടി വരുന്നത്. KV ബൈജുവിലേക്ക് തന്നെ പോകുന്നു. ബൈജു, തീർച്ചയായും അത് ദുഃഖകരമാണ്, ഒട്ടും പ്രതീക്ഷ നൽകുന്ന ഒന്നല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തെരച്ചിൽ നടക്കുമ്പോൾ അർജുൻ ജീവനോടെ ഉണ്ടാകണം എന്ന പ്രാർത്ഥന തന്നെയാണ് കേരളത്തിൻ്റേത്. പക്ഷേ അപ്പോഴും ഒരു ജീവൻ ശേഷിക്കുന്ന ഏതെങ്കിലും തരത്തിൽ ഉള്ള വിവരങ്ങളൊന്നും അവിടെ നിന്ന് പങ്കുവെക്കാനാകുന്നില്ലല്ലോ.